അപ്പോൾ നമ്മളിവിടെ ഈ ഒരു തേർഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തേർഡ് കോർണറിലത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെ നമുക്ക് 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഈ സെക്കൻഡ് വണ്ണിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് വണ്ണിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കാം. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുവരെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫോർത്ത് കോർണർ എത്തുന്ന വരെ എല്ലാ ചെയിനിലും അങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് എപ്പോഴും നമുക്കൊരു നല്ല ഭംഗി ഉണ്ടാവുക. മറ്റേ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഓരോ പാറ്റേണിനും അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആവും എപ്പോഴും നമുക്ക് ആ ഒരു വൃത്തി കിട്ടുക. അപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. കോർണറിൽ മാത്രമാണ് നമ്മൾ ഒരു ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. ആ കോർണർ നമുക്കൊന്ന് ടേൺ ആയി വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ കോർണറിൻ്റെ ഭാഗം ഇങ്ങനെ ചുരുണ്ട് കിടക്കും. അപ്പോൾ അതൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർണറിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഈ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിലും നമുക്ക് ആ ഒരു കോർണറിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷേ ഒരു സ്പേസ് ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫോർത്ത് കോർണറും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം സെക്കൻഡ് വണ്ണിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ സെക്കൻഡ് വണ്ണിലാണ് ഇനി നമ്മൾ അടുത്ത ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ 4 കോർണറും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. 4 കോർണറിലും നമ്മൾ സ്റ്റിച്ച് മാർക്കറും വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഇവിടെ നിന്നാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്താൽ ഇനിയിപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സ് അല്ലാത്തവർ കുഴപ്പമില്ല, അതേപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷേയുടെ ചെയിൻ 1 അല്ല, സിംഗിൾ ക്രോഷേയുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, യാണോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ഫസ്റ്റ് ലൂപ്പിനെ സെക്കൻഡ് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു റൗണ്ടും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ താഴെ ചെയ്ത സിംഗിൾ ക്രോഷേൻ്റെ ടോപ്പിൽ ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള ആ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്താൽ മതി. കോർണറിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 3 സിംഗിൾ ക്രോഷേ ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അവിടെ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്തു. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് വീണ്ടും 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സെയിം സ്പേസിൽ തന്നെ 3 സ്റ്റിച്ചസ് ചെയ്യുക കേട്ടോ. ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം തന്നെ തേർഡ് വണ്ണും ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ റൗണ്ട് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു സെക്കൻഡ് ചെയിനിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ 2 റൗണ്ടേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനി സ്റ്റിച്ച് മാർക്കർ വെക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് മാർക്കർ അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇവിടെ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ചെയ്യുക, ഇവിടെയും 3 എണ്ണം ചെയ്യുക, ഇവിടെയും 3 എണ്ണം ചെയ്യുക. ബാക്കി എല്ലാത്തിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഇവിടെ ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിലും ചെയ്തു. കോർണറിൽ 3 സിംഗിൾ ക്രോഷേ 3 സിംഗിൾ ക്രോഷേ 3 സിംഗിൾ ക്രോഷേ 4 കോർണറിലും ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക്, ഫസ്റ്റ് ചെയ്ത ചെയിനല്ല, ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേയുടെ ടോപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഞാനോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ മറ്റേ ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. ഇത് നമ്മൾ ഇതേപോലെ ചുറ്റും ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഈ വിഡ്ത്തും ലെങ്ത്തും കൂട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു എത്ര വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ ഇവിടുന്ന് പെൻസിൽ പൗച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബാഗൊക്കെ ആണ് ചെയ്യുന്നതെങ്കിൽ വലിപ്പം വിഡ്ത്ത് വേണമെങ്കിൽ ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ 1 ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം.
ശേഷം യാൺ വലിച്ച് ടൈറ്റ് ആക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു യാണിനെ നമുക്ക് ഒന്ന് ആദ്യം ഫ്രണ്ടിലേക്കും പിന്നെ ബാക്ക് സൈഡിലേക്കും കൊടുത്തിട്ട് ഈ ഒരു യാണ് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കുറേ യാൺസൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒരു നോട്ട് പോലെ ഇട്ടിട്ട് നമുക്ക് കെട്ടി കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന യാണൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അധികം തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിലൊക്കെ എവിടെയെങ്കിലും ഒരു നോട്ട് പോലെ ഇട്ടിട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഒരു പീസും കൂടി ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു പീസാണ് ചെയ്തത്. ഞാനിവിടെ ഒരു പീസും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പീസ് ഇത് ബാക്ക് സൈഡിലേക്ക് ഇതിങ്ങനെ ഹൈഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് ഇതാ ഇതിങ്ങനെ 2 ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ സിബ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ടിങ്ങനെ ഇപ്പോൾ ബാഗിൻ്റെ സിബ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെ സിബ് വാങ്ങിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതുപോലെ ഇവിടെ ഇങ്ങനെയും വെച്ചിട്ട് നമുക്ക് മിഷൻ ഉണ്ടെങ്കിൽ മിഷൻ മേൽ സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സൂചിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് മറിച്ച് വെക്കണം. സ്റ്റിച്ച് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ ഇത് മറിച്ച് വെക്കുക, ഇത് മറിച്ച് വെക്കുക, ഇത് മറിച്ച് വെക്കുക. ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡിലാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ സെയിം കളറിയാണ് എന്നാണ് സൂചിയിൽ നമുക്ക് ഇതിനെ കോർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കറക്റ്റ് പിടിച്ചതിന് ശേഷം, കറക്റ്റ് വെച്ചതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ സൂചി നൂലും വെച്ചിട്ട്, എല്ലാവരുടെ കയ്യിലും മെഷീൻ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ സൂചി നൂലും വെച്ചിട്ട് നമുക്കൊന്ന് തുന്നി കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ഈ ജിബുമ്മലേക്ക് ഇങ്ങനെ ഇത് ആഡ് ആവാതെ ഇങ്ങനെ നോക്കണം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഇതുവരെ തുന്നിയിട്ട് തിരിച്ചു വരാം. അവിടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും, അത് പ്രശ്നമില്ല. നമ്മൾ ഉള്ളിൽ പോണ ഇതാണ്. അപ്പോൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തു. ഇതേപോലെ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിതാ ഇതുവരെ തുന്നി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇവിടെ ഇങ്ങനെ നോട്ടിട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ സിബ് ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. ഇതാ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം.
നമ്മൾ ഈ ഒരു കളർ യാണോണ്ട് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നല്ല വൃത്തിയിലുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് 4 സൈഡിലും നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു കോർണറും പിടിച്ചിട്ട് സ്റ്റിച്ച് മാർക്കർ വെക്കാം. അതുപോലെ ഈ ഒരു സെൻറ്ററിൽ ഇവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. 2 പീസ് ഒരുമിച്ച് പിടിക്കണേ. ഇതും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ചസ് മാറിപ്പോവാതെക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് മാർക്കർ കോർണറിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇങ്ങനെ അധികം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇത് ഇവിടെ നിന്ന് തന്നെ ആദ്യം ഫസ്റ്റ് പീസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ഇതിലും ഈ ഒരു കോർണറിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. എന്നിട്ട് ഞാനോ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, ചെയിൻ 1 ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത സെക്കൻഡ് പീസിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ 2 പീസിലും ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ നോക്കുക കേട്ടോ. ഈ സിബിൻ്റെ ഭാഗമൊക്കെ ഉള്ളോട്ടാക്കി മടക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേണാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതാ ഫസ്റ്റ് പീസിലും സെക്കൻഡ് പീസിലും ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ നോക്കുക. എന്നിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. പിന്നെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇതാ ഫസ്റ്റ് പീസും സെക്കൻഡ് പീസിലും. എന്നിട്ട് നമുക്കിങ്ങനെ ആ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അതുവരെ ചെയ്ത് കൊടുക്കാം. അവിടെ അങ്ങനെ ഈ 2 പീസും തമ്മിൽ ഇവിടെ ജോയിൻ ആയി കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നമ്മളിവിടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ വെച്ചത് നമ്മൾക്ക് ഈ ഒരു ഭാഗം കോർണറൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റിച്ച് മാർക്കർ വെച്ച് ഒരു ഭാഗം എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. 2 കോർണറാണ് ഉണ്ടാവുക. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതാ അങ്ങനെ ചെയ്തിട്ട് ഫസ്റ്റ് കോർണറിലെത്തിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് കോർണറത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 പീസിലുള്ളിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ നോക്കുക. എന്നിട്ട് അതിൽ നമ്മൾ 1 സെയിം സ്പേസിൽ തന്നെ സെക്കൻഡ് സിംഗിൾ ക്രോഷേ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ തേർഡ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചും ചെയ്യാം. അപ്പോൾ നമ്മൾ കോർണർ ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ആയി വരും. ഇനി നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചത് ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ചസ് മാറി പോവാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് സ്റ്റിച്ചസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 പീസും ഇൻക്ലൂഡ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ സ്റ്റിച്ച് മാർക്കർ വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും നമുക്ക് ആ സ്റ്റിച്ചസൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻറ്ററിൽ വെക്കുന്നത്. നിങ്ങളങ്ങനെ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല വെക്കണമെന്നുള്ളത്. അത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ നോക്കണ്ട കേട്ടോ. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതുവരെ ചെയ്യാം. ഇതിലാണ് നമ്മളിനി 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമുക്കിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിലും 2 പീസും ഹുക്ക് ഇൻസേർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നാലേ അത് ജോയിൻ ആവുകയുള്ളൂ. 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഓരോ സ്റ്റിച്ചസും നമ്മളിങ്ങനെ എടുത്ത് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വരും. ഇങ്ങനെ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിതാ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക്
3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 പാർട്ടിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 1 2 3 3 സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി ഇതുവരെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗം അങ്ങനെ മടക്കി വെച്ചിട്ട് ഉള്ളോട്ടാക്കി വെച്ചിട്ട് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഇതവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം അതവിടെ ഈ യാണ് ഇവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. അത് നമ്മളെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സ്പേസസ് ആയിട്ടുള്ള ഒരു പൗച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതാ ഈ തൂങ്ങി കിടക്കുന്ന യാണൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഈ യാണൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. അതിന് ശേഷം നമുക്കിത്